ആ ആളെങ്ങനെയുണ്ട്? എനിക്കറിയില്ല. അല്ല, അമ്മയ്ക്ക് എന്താ അവനോട് ഇത്ര സ്വക്കൊന്ന്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ സിറ്റുവേഷനൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ കാണിക്കണെന്ന്? നിനക്ക് ഇത്ര പറ്റണില്ലെങ്കിൽ നീ അമ്മയോട് കാര്യം തുറന്നു പറ. എടി, ഞാൻ പറയാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നണ്ട. ഞാൻ കുറേ പറഞ്ഞു നോക്കി. അതിൻ്റെ ഇടയ്ക്ക് അവന്മാർ ചുമ്മാ എന്നെ വട്ടാക്കുക. എനിക്ക് പേടിയാണ്, കംഫർട്ടബിൾ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ദേഷ്യം വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അവനോട് വരാൻ പറയാം. അല്ല, നീ ആരാ നോക്കാൻ നിൽക്കണ്ട, നീ ഏട്ടനൊന്നാ മതി. അത്രേ ഉള്ളൂ. കുന്തനെ കൊണ്ട് ചേച്ചി അറിയാല നമ്മുടെ സ്ഥാനാർത്ഥി വത്സൻ. ഈ പ്രാവശ്യം ചേച്ചാ ചേച്ചിയുടെ വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറിയും ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ ചേച്ചിയുള്ള 5 വോട്ട് ഞങ്ങൾക്ക് തന്നെ ആയിരിക്കില്ലേ? അതെ മോനെ, ശ്രുതിയുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിയില്ല. നീ അവളെ ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാമോ? എൻ്റെ അമ്മ, ഞാനിവിടെ സുന്ദരൻ്റെ കൂടെ വോട്ട് പിടിക്കാൻ വന്നിട്ട് കുറെ ടൈം എടുക്കാമോ വരാൻ? അവളോട് ഊബറിലും വരാൻ പറ. ഹലോ, സുന്ദരാ മോനെ വാ, തള പിടിക്കണം. അവിടെ കയറി. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഞാനങ്ങൂല. എടോ, സുജിത്ത് അവിടെ ഇല്ല. അവൻ ആ സുന്ദരൻ്റെ കൂടെ പോസ്റ്റർ അങ്ങ് തൊട്ടിക്കാൻ വേണ്ടി പോയേക്കാ. അതുകൊണ്ട് അമ്മ എന്നെ ഇങ്ങോട്ട് വിട്ടാ. അമ്മന്നേ ഈ അമ്മയുടെ ഒരു കാര്യം. മോളെ, അമ്മേനോട് ഞാൻ ആരോ വിടാനാ പറഞ്ഞേ? മോളെ, അവൻ ഇവിടെ ഇല്ല. അത് എന്നോട് പറയണം. ഞാൻ വല്ല ഊബർ എടുത്ത് വരില്ലായിരുന്നോ? ഇതിപ്പോ ഒരുമാതിരി പരിപാടിയായി പോയി. മോളെ, ഞാൻ നോക്കിയപ്പോ ഇവിടെ വരുൺ ഫ്രീ ആയിരിക്കുവോ, അതുകൊണ്ടാണ് അവനെ വിട്ടത്. എൻ്റെ പൊന്നെ, താൻ വണ്ടി കയറി. ഞാൻ തന്നെ തട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാനൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിട്ട് എടുത്തിട്ടുള്ളൂ. താനും ആ മൈൻഡിൽ എടുത്താൽ മതി. വാ കയറി. ആന്റി, അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മോളെ, ഷുഗർ ഒന്ന് ഡൗൺ ആയതാ. അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മോളെ, വരുൺ ഉള്ളതുകൊണ്ട് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ നിന്റെ അടുത്ത് ഓടിപ്പടച്ച് വരണ്ടെന്ന്. എക്സ്ക്യൂസ് മീ. എടോ, താങ്ക്സ്. എന്തിന്? അല്ല, അമ്മയുടെ കാര്യത്തിന്. അതിന് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അമ്മക്കാണ് ഞാൻ അങ്ങനെ ചെയ്യണ്ടേ. എടോ ശ്രുതി, താങ്കൾ ഈ ചെറിയ കാര്യങ്ങൾക്കൊല്ലും ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പർ ആവുന്നത്. എടോ, ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നതിൻ്റെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞാൽ. അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇങ്ങോട്ടായിട്ട് പറഞ്ഞല്ല, നിർബന്ധിച്ച് പറയിപ്പിച്ചതാ. എടോ, എനിക്ക് എങ്ങനെയും തൻ്റെ പഴയ ലൈഫിലേക്ക് തിരിച്ചു വന്നോട്ടെ. ശരി. എടി, ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, സത്യം. പ്ലീസ് എടി, എനിക്കൊന്ന് സംസാരിക്കാൻ. അല്ല പ്ലീസ് പ്ലീസ്. ആരാത്? കാരണം എന്നോട് ചോദിച്ചിട്ടില്ലേ ഞാനെന്താ ഇത്രയ്ക്ക് ഷോർട്ട് ടെമ്പേർഡ് ആവുന്നതെന്ന്? എന്നെ അങ്ങനെ ആക്കിയത് അവനെ. എനിക്ക് അനുഭവിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ അവനിന്ന് അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എൻ്റെ ലൈഫിലേക്ക് പറഞ്ഞൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വന്നേക്കുക. ചതിയനാടോ അവൻ. എടോ സോറി. എന്തിനു? ഞാൻ വീണ്ടും തൻ്റെ പഴയ കാര്യം ഇങ്ങനെ ഓർമ്മിപ്പിച്ചത് ബാഡാക്കിയത്. ഇപ്പൊ ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടി അതിന്റെ ട്രോമയുടെ അത്ര ഒന്നും വരില്ലടോ ഞാൻ ചോദിച്ചത്. മോളെ, ചായ കുടിക്കും.
ആരെയും അമ്മയെ വിളിച്ചിരുന്നു. ഓഫീസിലുണ്ടായ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. നിനക്കൊരു തെറ്റ് പറ്റൂലെന്ന് അമ്മയ്ക്കറിയാം. എന്നാലും ഓഫീസിലെ ഫയൽ എങ്ങനെ നീ അറിയാതെ മിസ്സായി? അമ്മയ്ക്കും എൻ്റെ സംശയമാണല്ലേ? ഞാൻ അങ്ങോട്ട് തെറ്റിയെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല മോളെ അമ്മ ഉദ്ദേശിച്ചത്. അമ്മ ഒന്നും പറയണ്ട, എനിക്കിത്തിരി സമാധാനം എന്താ. Hey, no? Are you okay? താൻ വേർന്നോർത്ത് വിഷമിക്കണ്ടോ? താനതൊക്കെ വിട്, താൻ കൂളാവും. എടോ താങ്ക്സ്. എന്തിന്? ഇത്ര നേരമായിട്ടും ഞാൻ നോക്കിയാണെന്ന് പോലെ ആരും ചോദിച്ചു. എടോ, ഒരാളുടെ മുഖത്ത് പോയി കഴിഞ്ഞാൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നൊക്കെ മനസ്സിലാവും. തൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ താൻ തെറ്റ് ചെയ്തുള്ളത് എനിക്ക് മനസ്സിലായി. സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. ഞാൻ സൈക്കോളജി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളുടെ ഇമോഷൻ ശരിക്കും മനസ്സിലാക്കിയത്. അതിനാൾ കൊള്ളാലോ. ഓക്കെ.